നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മൾ ഇന്നിപ്പോൾ ഒരു അല്പം പൂർണ്ണമായ ഒരു രാഷ്ട്രീയം മാറ്റി നിർത്തിയുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ്. സാർ, കഴിഞ്ഞ ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥ സുഹൃത്തിനിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അതായത് ഗവൺമെൻറ് ഓർഡറാണ്. എല്ലാ DA കുടിശ്ശികയും തീർത്തുകൊണ്ട് IAS ഉദ്യോഗസ്ഥർക്ക് സർക്കാർ അവർക്ക് നൽകാനുള്ള കാശെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോൾ IASകാരെ പ്രീണിപ്പിക്കാനും ഉയർന്ന ഉദ്യോഗസ്ഥരെ വിരമിച്ചവരെ ജോലിയിലേക്ക് കയറ്റിയിരുത്തിയും സർക്കാർ ഇങ്ങനെ അധിക ബാധ്യത ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാൻ നട്ടം തിരിയുകയാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ലേ? സാറിന് എന്താ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വേള? അതായത് IAS ഉദ്യോഗസ്ഥന്മാർക്ക് DA എല്ലാം കൊടുക്കേണ്ടത് തന്നെയാണ്, കൊടുക്കണ്ട എന്നുള്ളതല്ല. എന്നാൽ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? 5.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടം. ഒരു പുതിയതായി ജനിക്കുന്ന ഒരു കുട്ടിക്ക് 1.5 ലക്ഷം രൂപയാണ് കടം കൊടുക്കുന്നത് ഗവൺമെൻറ്. ജനിക്കുമ്പോൾ തന്നെ കടവുമായിട്ട് പേറിയിട്ടാണ് കേരളത്തിലൊരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടിശ്ശിക കൊടുക്കാനുള്ളവരുടെ നീണ്ട നിരയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട ആളുകളാണ്. നമ്മൾ പല ആളുകളുടെയും പെൻഷൻ കിട്ടാത്ത ആളുകളുടെ സങ്കടാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെയല്ലാതെ ദുഃഖിച്ചു പോകും. കാരണം അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ പോലും ഇല്ല, അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല. അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രഥമ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ്? ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഇപ്പോഴും 5 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും അടുത്ത കാലത്തുള്ള മേപ്പാടി ദുരന്തത്തിൽ 550 കോടി രൂപ കേരള ഗവൺമെൻറ് പിരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുടെ സ്ഥിതി എന്താ? അവിടെ ആളുകളുടെ വീടുകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അവർക്ക് വേറെ തൊഴിൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അവരുടെ എല്ലാ തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളപ്പോൾ അവർക്ക് വേണ്ടി പിരിച്ച പൈസ ഓരോരുത്തർക്ക് 1 കോടി രൂപ വീതം കൊടുത്താൽ തന്നെ ഏകദേശം 350 പേരോ 400 പേരാണ് ഒരു ഗവൺമെൻറ് കണക്കൂട്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2000 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. 500 വീടുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഓരോ വീടിനും 1 കോടി രൂപ വീതം കൊടുത്തിരുന്നെങ്കിൽ 550 കോടി കൊടുത്ത് ആ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഇവർ വീടും വെച്ച് കൊടുക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം അവരെന്നെ സ്വയം ഒരു സ്ഥലം കണ്ടെത്തി അവർ വീട് വെച്ച് പോയിക്കോളും. എന്നാൽ ഇപ്പം മാസങ്ങൾ എത്രയും ഉരുൾപൊട്ടലുണ്ടായിട്ട് ഈ നിമിഷം വരെ അവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പണമില്ലാത്തത് കൊണ്ടല്ല, പണം അവർ അതിൻ്റെ പേരിൽ ദൂർത്തടിക്കുന്നതുകൊണ്ടും പ്ലസ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ കഥകളൊക്കെ ഉണ്ടാക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കയ്യിലുള്ള പൈസ കൊടുക്കാൻ ഇതുവരെ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൂർത്തുകൾക്ക് വേണ്ടി പിണറായി വിജയൻ പൈസ ചെലവാക്കുന്നുമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്, ക്ലിഫ് ഹൗസിലെ വീട് നമുക്കറിയാം, 1.5 കോടി രൂപയോളം ഇപ്പോൾ ചിലവാക്കി കഴിഞ്ഞു നവീകരിക്കാൻ എന്നാണ് പറയുന്നത്. അതേപോലെ കുളം നിർമ്മിക്കാൻ വേണ്ടി 25 ലക്ഷം ചിലവാക്കി എന്നാണ് പറയുന്നത്. അതേപോലെ അവിടെ ലിഫ്റ്റ് 45 ലക്ഷം രൂപയാണ് ഏകദേശം പശുത്തൊഴിലിന് മ്യൂസിക് ഉണ്ടാക്കാനൊക്കെ വെച്ചത്. പിന്നെയാണ് നമ്മുടെ അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ 25 ലക്ഷം. അപ്പോൾ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കും ദൂരത്തിനും വേണ്ടി എത്ര ലക്ഷങ്ങൾ വേണേൽ ചിലവാക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ആവശ്യത്തിന് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഈ സ്വപ്നയെ അടക്കമുള്ള ആളുകളെ ഗവൺമെൻറ് നിയമിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴിയാണ്. 3 ലക്ഷം 3.5 ലക്ഷം രൂപയാണ് മാസത്തിൽ അവർക്ക് സാലറി നിശ്ചയിക്കുന്നത്. അത് എന്നിട്ട് ഭാഗം വെക്കുകയാണ്. അതായത് 1 ലക്ഷം രൂപ അവർക്ക് സാലറി, ബാക്കി 2 ലക്ഷം രൂപ പിണറായി വിജയൻ്റെ മകൾക്ക് പോവുകയാണ്. ആ പണമാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്നതെന്ന് നമ്മുടെ ഷോൺ ജോർജ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഷോൺ ജോർജ് പറഞ്ഞ കാര്യത്തിൽ ഇവിടെ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നികുതി അടയ്ക്കുന്ന പണമെല്ലാം ഈ വിധത്തിൽ വീതം വയ്ക്കപ്പെടുകയാണ്. ആ വീതം വയ്ക്കുന്ന പൈസ പിണറായി വിജയനും മകൾക്കും അവിടെ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് കേരളത്തിലെ പൊതുവായ സ്ഥിതി. ആ സന്ദർഭത്തിലാണ് IAS ഉദ്യോഗസ്ഥന്മാരുടെ IASകാരുടെ DA കുടിശ്ശിക കംപ്ലീറ്റ് ആയി കൊടുക്കണം എന്ന് പറയുന്നത്. കൊടുക്കണ്ട എന്നുള്ളതല്ല, അത് കൊടുക്കണം. ആരെയും കുടിശ്ശിക മാറ്റി കൊടുക്കാതിരിക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടിശ്ശിക കൊടുത്തിട്ടില്ല സാർ DA. അതെ, സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കുടിശ്ശിക കൊടുത്തിട്ടില്ല. അതേപോലെ ഇത്തരത്തിലുള്ള മേഖലയിൽ അതുപോലെ എത്രയോ എയ്ഡഡ് സ്കൂളുകളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം പോലും കിട്ടുന്നില്ല. അതെല്ലാം തന്നെ അവർ തന്നെ കണ്ടെത്തിക്കൊള്ളണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. പിന്നെ സാറിപ്പോൾ ഈ ഭവന പദ്ധതിയുടെ കാര്യം, ലൈഫ് ഭവന പദ്ധതിയൊക്കെ ഉഗ്രം തട്ടിപ്പായി തീർന്നിരിക്കുകയല്ലേ? ഞാനിപ്പോൾ ചേലക്കരയിൽ പ്രവർത്തിക്കാൻ പോയ സമയത്ത്
എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ പറയുക, 35 കോടിയോളം രൂപ ലൈഫ് പദ്ധതിയിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തൊഴിലുറപ്പ് പദ്ധതിൻ്റെയായിട്ടും പിന്നെ കേരളത്തിന് വിഹിതമായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പണത്തിൽ 850ഓളം വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചേലക്കര പഞ്ചായത്തിൽ ഉള്ളത്, അതിന് 35 കോടി രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെലവാക്കിയുള്ളത് 11 കോടി രൂപ മാത്രമാണ്. 289 വീടുകൾ മാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് സെക്കൻഡ് വിഭാഗത്തിനാണ് സ്ഥലമില്ല, വീടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വെച്ചു കൊടുക്കണം. അവിടെ പുറമ്പോക്കിൽ പാവപ്പെട്ട ആളുകൾ ഈ ടാർപ്പായ വിരിച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചും ആളുകൾ താമസിക്കുകയാണ്. അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. ഈ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പണം കൊടുത്ത് അവരെ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കേരളത്തിൽ വ്യാപകമായ സാർ ഇപ്പോൾ ഈ വിലക്കയറ്റം വളരെ കൂടുതലാണെന്ന് പറയുന്നു. സവാള, ഉള്ളി, അരി എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അത് സാധാരണക്കാരൻ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ മുമ്പ് 500 രൂപയ്ക്ക് ആവശ്യത്തിന് സാധനം മേടിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ 2000 രൂപ കൊടുത്താൽ പോലും ആവശ്യത്തിന് സാധനം വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടാൻ പറ്റില്ല. അത് ഒരാഴ്ചത്തെയുള്ള സവാളയ്ക്ക് ഭയങ്കര വിലയായിരിക്കും, തീ പിടിച്ച വിലയായിരിക്കും. സവാളയ്ക്ക് മാത്രമല്ല മറ്റു പച്ചക്കറികൾക്കെല്ലാം തന്നെ ഭയങ്കര വിലയാണ്. അപ്പൊ ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതക്രമത്തെ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പെൻഷൻ കിട്ടേണ്ടവർക്ക് എത്രയെങ്കിലും മാസത്തെ പെൻഷൻ കിട്ടാനിരിക്കുമ്പോഴാണ് ആ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ കൊടുത്ത്, ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴാണ് അതൊന്നും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല. ഈ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന 2 IAS ഉദ്യോഗസ്ഥരെ, അവർ IAS അതിൽ ഒരാളിനെ പുറത്ത് സസ്പെൻഡ് ചെയ്തു. മറ്റ് ജയതിലകൻ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ സർക്കാർ ഇതാ സംരക്ഷിച്ച് നിർത്തുന്നു. സാർ, KM എബ്രഹാമിനെ പോലെയുള്ള പെൻഷൻ പറ്റിപ്പോയ നിരവധി പേരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ എടുത്ത് വീണ്ടും ഈ സർക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ രംഗം കെടുകാര്യസ്ഥിതിയുടെ അങ്ങേയറ്റം ധനകാര്യമന്ത്രി KN ബാലഗോപാലിന് ഉള്ളതിനേക്കാൾ ഹോൾഡ് KM എബ്രഹാമിന് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവർ കാണിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനേ സർക്കാരിൻ്റെ കയ്യിൽ കാശുള്ളൂ. KM എബ്രഹാമിന് അദ്ദേഹം പിരിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ സാലറിയോട് കൂടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ലാവ്ലിൻ കേസിലെ സാക്ഷിയാണ്. ഈ സാക്ഷികളായ ആളുകളെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരാക്കി നിയമിച്ച് അവരുടെ ഏതെങ്കിലും കാരണവശാൽ നാളെ ലാവ്ലിൻ കേസ് വന്നാൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുങ്കള്ളങ്ങൾ, അതെ, പിണറായി വിജയൻ അനുകൂലമായി മൊഴി കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടയർ ചെയ്ത ആളുകളെയൊക്കെ ഈ രൂപത്തിൽ പിടിച്ചു വെക്കുന്നത്. പിടിച്ചു വെച്ച് അവർക്ക് ആവശ്യമുള്ള പൈസ വാരി കൊടുക്കുകയാണ്. ഈ കിഫ്ബി പദ്ധതി തന്നെ നിയമവിരുദ്ധമാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഈ കിഫ്ബി പദ്ധതിയിലൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ പലിശ ഇനത്തിൽ തിരിച്ചു കൊടുക്കണം. അതായത് മസാല ബോണ്ട് വഴി ആണല്ലോ ഈ പൈസക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഇൻട്രസ്റ്റ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1.5%-നും 2%-നും ഇൻട്രസ്റ്റ് കിട്ടുന്ന കിഫ്ബി പദ്ധതികളുണ്ടോ? അല്ല, കിഫ്ബി പദ്ധതികൾ ഇനി പൈസ തിരിച്ചടക്കണം. പണം എടുത്തത് തിരിച്ചടയ്ക്കണ്ടേ? ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞില്ല, അത് കൂടെ എടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എടുക്കാതെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ പണം തരാം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പല പദ്ധതികൾക്കും പറയുന്നത്. പക്ഷേ കേരള ഗവൺമെൻറ് ഈ പണം മേടിച്ച് പുട്ടും കള്ളി അടിച്ച് അതിൻ്റെ കമ്മീഷൻ വീതം പറ്റി അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ അവിടെയുള്ള ടീച്ചേഴ്സിനോ ഒന്നും കൃത്യമായി വരുമാനം കൊടുക്കുന്നില്ല, ഒക്കെ തടഞ്ഞു വെക്കുന്നു, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. മറുഭാഗത്ത് IAS ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ തരത്തിലും അവർക്ക് എന്താണോ കൊടുക്കേണ്ടത് ഇതൊരു ദൂർത്താണ് ശരിക്കും. സാർ, ഈ ബാലഗോപാൽ ശരിക്കും പരാജയം സംബന്ധിച്ച ഒരു ഫിനാൻസ് മന്ത്രിയാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ ഈ ഒരു തരത്തിലും യോഗ്യനല്ല എന്ന് ഒന്നാമത്തെ കാര്യം. പക്ഷെ അദ്ദേഹം അല്ലല്ലോ എല്ലാ കാര്യം നോക്കുന്നത്. പിണറായി വിജയൻ അവിടെ ഫിനാൻസ് സെക്രട്ടറിയൊക്കെ വെച്ചിട്ടുണ്ട്. അവരോട് തയ്യാറായി കൊടുക്കുന്ന കാര്യം ഇദ്ദേഹത്തിന് വായിക്കുന്ന പരിപാടിയിലുള്ളൂ. അദ്ദേഹത്തിന് ഫിനാൻസ് വകുപ്പുമായിട്ടോ ഈ അതേപോലെ ഓരോ കൊല്ലവും അവതരിപ്പിക്കുന്ന ബജറ്റിനെ കുറിച്ചിട്ടോ വായിച്ചറിവല്ലാതെ പ്രാക്ടിക്കലായ അറിവില്ലാത്ത ഒരാളാണ് ബാലഗോപാൽ. പിണറായി വിജയൻ്റെ ഒരു ഏഴാങ്കൂലിയായിട്ട് നടക്കുന്നു. പിണറായി വിജയനാണ് എല്ലാം നോക്കുന്നത്. അല്ല സാർ, മുഖ്യമന്ത്രിയാണ് എല്ലാ വകുപ്പുകളുടെയും എല്ലാ വകുപ്പും സെക്രട്ടറിമാരെ വെച്ച് നേരിട്ട് നോക്കുകയാണ്. അതിൽ കിട്ടുന്ന കമ്മീഷൻ മാത്രമാണ് വരുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ കമ്മീഷൻ ഉറപ്പിക്കാം എന്നുള്ള പദ്ധതികളാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ കമ്മീഷൻ ഇവിടെയല്ല കൊടുക്കുന്നത്, വിദേശത്ത് കൊടുത്ത് പിണറായി വിജയൻ്റെ മകളുടെയോ മകൻ്റെയോ അക്കൗണ്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിദേശത്ത് ഫാരിസ് അബൂബക്കറിൻ്റെ അക്കൗണ്ടിൽ എത്തുന്നു. എന്നിട്ട് അവിടെ ബിനാമി ഇടപാടുകളിലൂടെ എല്ലാം സംരക്ഷിക്കപ്പെടുന്നു.
അങ്ങനെ 10-25,000 കോടി രൂപ പിണറായി വിജയൻ ഉണ്ടെന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വിദേശത്ത് ഏതോ ഒരു കച്ചവടം നടത്തിയിട്ട്, റൈസ് പിള്ളർ കച്ചവടം നടത്തി അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോയിട്ട് ആ പണം 2 ലക്ഷം കോടി രൂപയുടെ ആസ്തിക്കുള്ള ആളായിട്ടാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത് ഇപ്പോൾ വിദേശത്ത്. അപ്പോൾ ഈ വിധത്തിൽ കേരളത്തിൽ ഭരിക്കുക എന്നുള്ളതല്ല, തൊഴിലാളി വർഗ സർക്കാർ, തൊഴിലാളി വർഗ സർക്കാർ എന്ന് പറയുന്നതിന് പകരം ബൂർഷ മുതലാളി നേതാവ് എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാവുന്ന ഒരാളായി പിണറായി വിജയൻ വളർന്നിരിക്കുകയാണ്. അഴിമതി രാജ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. അദ്ദേഹം പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ല, IASകാരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ് എന്നത് മനസ്സിലാക്കി അവർക്ക് DA കുടിശ്ശിക കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അവർക്ക് മാത്രമായി കൊടുക്കുന്ന ഈ പരിപാടി തീർത്തും അപലപനീയമാണ്. വളരെ എന്താ പറയേണ്ട, ഇവിടെ കടുങ്കാര്യസ്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ എന്ന് പറയാൻ പറ്റും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. പ്രതികരിച്ചതിൽ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു.